ഹായ് എവരിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, എന്നാൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല. ഈ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതാക്കുന്ന ഒരു പ്രാക്ടീസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് ഗോ എന്നുള്ള ഒരു വേർബ് ഉപയോഗിച്ച് കുറേ സെന്റൻസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർബ്സ് എല്ലാം സെലക്ട് ചെയ്യുക. നിങ്ങളുടേതായ ഓൺ സെന്റൻസസ് ഉണ്ടാക്കി നോക്കുക. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു പ്രാക്ടീസിലൂടെ ഇംഗ്ലീഷ് വളരെ കോൺഫിഡൻ്റായി സംസാരിക്കാൻ കഴിയും എന്നത് ഉറപ്പാണ്. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുൻപ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് ബിഗിൻ. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. എന്നാൽ ഞാൻ പോയി എന്ന് പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ ഐ വെന്റ് എന്ന് പറയാം. ഐ വെന്റ് ടു ദ മൂവീസ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി ഞാൻ സിനിമയ്ക്ക് പോയി. ഐ വെന്റ് ടു ദ മൂവീസ് ലാസ്റ്റ് നൈറ്റ്. ഗോ എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നതെങ്കിൽ, അതായത് ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഐ വിൽ ഗോ എന്ന് പറയാം. ഐ വിൽ ഗോ ടു ദ പാർട്ടി ടു നൈറ്റ്. ഇന്ന് രാത്രി ഞാൻ പാർട്ടിക്ക് പോകും. ഐ വിൽ ഗോ ടു ദ പാർട്ടി ടു നൈറ്റ്. പോവുകയാണ് എന്ന് പറയുമ്പോഴോ ഐ ആം ഗോയിങ് എന്ന് പറയാം. ഐ ആം ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ്. ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. പോവുകയായിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഐ വാസ് ഗോയിങ്. ഐ വാസ് ഗോയിങ് ടു ദ പാർക്ക്. ഞാൻ പാർക്കിലേക്ക് പോവുകയായിരുന്നു. ഐ വാസ് ഗോയിങ് ടു ദ പാർക്ക്. എന്നാൽ പോവുകയായിരിക്കും എന്നാണ് പറയുന്നതെങ്കിൽ വിൽ ബി എന്ന് ഉപയോഗിച്ച് പറയാം. ഐ വിൽ ബി ഗോയിങ് ടു ബാംഗ്ലൂർ ടുമോറോ. ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് പോവുകയായിരിക്കും. I will be going to Bangalore tomorrow. I have gone to aerobics. ഞാൻ എയറോബിക്സിന് പോയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ടാണ് ഇവിടെ I have gone എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. I have gone to aerobics. ഞാൻ എയറോബിക്സിന് പോയിട്ടുണ്ട്. My friends had gone home by the time I arrived at the party. ഞാൻ പാർട്ടിക്ക് എത്തിയപ്പോഴേക്കും എൻ്റെ സുഹൃത്തുക്കൾ വീട്ടിൽ പോയിരുന്നു. മൈ ഫ്രണ്ട്സ് ഹാഡ് ഗോൺ ഹോം ബൈ ദ ടൈം ഐ അറൈവ്ഡ് അറ്റ് ദ പാർട്ടി. ഇവിടെ പാസ്റ്റ് ടെൻസിൽ രണ്ട് കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് ഹാഡ് ഗോൺ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ആദ്യത്തെ കാര്യം എന്തായിരുന്നു? ഫ്രണ്ട്സ് വീട്ടിലേക്ക് പോയിരുന്നു എന്നാണ്. മൈ ഫ്രണ്ട്സ് ഹാഡ് ഗോൺ ഹോം. രണ്ടാമത്തെ കാര്യം ഞാൻ പാർട്ടിയിൽ എത്തി എന്നുള്ളതാണ്. ബൈ ദ ടൈം ഐ അറൈവ്ഡ് അറ്റ് ദ പാർട്ടി. ഞാൻ പാർട്ടിക്ക് എത്തിയപ്പോഴേക്കും. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ വീണ്ടും അതുപോലത്തെ സെന്റൻസ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇതിലൂടെ കോൺഫിഡൻ്റ് ആയി സംസാരിക്കാൻ കഴിയും. നെക്സ്റ്റ് സെന്റൻസ്. ഡു യു ഗോ ടു ദ ജിം റെഗുലർലി? നിങ്ങൾ സ്ഥിരമായി ജിമ്മിൽ പോകാറുണ്ടോ? ഡു യു ഗോ ടു ദ ജിം റെഗുലർലി? ഡിഡ് യു ഗോ ദർ യെസ്റ്റർഡേ? നീ ഇന്നലെ അവിടെ പോയിരുന്നോ? ഡിഡ് യു ഗോ ദർ യെസ്റ്റർഡേ? എന്നാൽ നാളെ അവിടെ പോകുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വിൽ യു ഗോ എന്ന് ചോദിക്കാം. വിൽ യു ഗോ ദർ ടുമോറോ? നീ അവിടെ നാളെ പോകുമോ? വിൽ യു ഗോ ദർ ടുമോറോ? മേ ഐ ഗോ ഹോം നൗ? ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോകാമോ? മേ ഐ ഗോ ഹോം നൗ? ഇവിടെ ഒരു ഫോർമലായി ഒരു പെർമിഷൻ ചോദിക്കുന്നിടത്താണ് മേ ഐ ഗോ എന്ന് വന്നിരിക്കുന്നത്. ഐ വുഡ് ലവ് ടു ഗോ സ്കൈ ഡൈവിംഗ് വൺ ഡേ. ഒരു ദിവസം സ്കൈ ഡൈവിംഗ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വുഡ് ലവ് ടു ഗോ സ്കൈ ഡൈവിംഗ് വൺ ഡേ. ഐ ഹാവ് ടു ഗോ ടു ദി ഓഫീസ് ഏർലി ടുമോറോ. എനിക്ക് നാളെ നേരത്തെ ഓഫീസിലേക്ക് പോകണം. ഐ ഹാവ് ടു ഗോ ടു ദി ഓഫീസ് early tomorrow. I have to go to the office early tomorrow. എന്നാൽ പോകേണ്ടി വന്നു എന്നാണ് പറയുന്നതെങ്കിൽ I had to go എന്ന് ഉപയോഗിച്ച് പറയാം. I had to go to the hospital. എനിക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു. I had to go to the hospital.
അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ കുറേ വേർബ് ഉപയോഗിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഓൺ സെൻറ്റൻസസ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ടത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോയ് യൂട്യൂബ് ചാനൽ. താങ്ക് യു.